നമ്മൾ മലയാളികൾക്ക് ഓണം എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓടി വരുന്ന മനസ്സിൽ വരുന്ന കാര്യങ്ങളാണ് ഓണസദ്യ, ഓണപ്പുടവ, പിന്നെ അതുപോലെ തന്നെ മാവേലി, പൂക്കളം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. പക്ഷേ എനിക്ക് ഓണം എന്ന് പറയുമ്പോൾ ആദ്യം ഓടി വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓണക്കോടിയും ഒരു പന്തുമാണ്. ഓണപ്പന്തെന്ന് പറയും. അപ്പോൾ ഓണക്കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞ കളറടിച്ച അതായത് മഞ്ഞയിൽ മുക്കിയ ഒരു തോർത്തിനെയാണ് നമ്മളന്ന് ഓണക്കോടി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടുമായിരുന്നു നമ്മുടെ നൊസ്റ്റാൾജിയ എപ്പോഴും ഓർമ്മിക്കുമ്പോൾ മനസ്സിൽ വരുന്ന ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഞായറാഴ്ച എൻ്റെ സുഹൃത്ത് അങ്ങ് കഴക്കൂട്ടത്തുനിന്ന് ബാലരാപുരത്ത് തുണിയെടുക്കാൻ വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു അളിയാ ഞാൻ കുറേ തുണി എടുത്തിട്ടുണ്ട്, വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തൊക്കെ എടുത്തു പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു മുണ്ട് എടുത്തിട്ടുണ്ട്, ബാലരാപുരം കൈത്തറി മുണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിക്കുമെന്ന് പറഞ്ഞു. അത് നോക്കിയപ്പോൾ നമ്മുടെ സാധാരണ തിരുപ്പൂർ മുണ്ട്, നമ്മുടെ നോർമലായിട്ടുള്ള മുണ്ട് അവർ എടുത്ത് പറഞ്ഞു ഇതാണ് ബാലരാപുരം മുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അവർ പറഞ്ഞതെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു ബാലരാപുരം മുണ്ടെന്ന് പറഞ്ഞത്. ശരിക്കും അവർ കൈത്തറി മുണ്ടെന്ന് പറഞ്ഞിട്ടില്ല, അവർ പറഞ്ഞത് ബാലരാപുരം മുണ്ടെന്ന്. കാരണം ബാലരാപുരത്ത് വയ്ക്കുന്ന മുണ്ടിനെ അവർ ബാലരാപുരം മുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവനിത് വിശ്വസിച്ചിട്ട് കൈത്തറി മുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കൈത്തറി മുണ്ടല്ലേ ചോദിച്ചിട്ട് ഇത്രയും ദിവസമായിട്ട് തന്നെ കൈത്തറി മുണ്ട് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്തൊരു ആളായിപ്പോയല്ലോ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ ഞാൻ കൈത്തറിയുടെ എക്സ്പെർട്ടൊന്നുമല്ല, എന്നാലും കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് എൻ്റെ ചെറുപ്പകാലത്ത് ഞങ്ങളുടെ നാട്ടിൽ കുറേയധികം ഈ കൈത്തറി ശാലകളുണ്ടായിരുന്നു. അതായത് ഒരുപാട് ഈ നെയ്യുന്ന സ്ഥലങ്ങൾ, അതായത് ഒരു 10-50 തറികളിങ്ങനെ ഇട്ടിട്ട് അതിൽ നെയ്ത് അതിനെ കിട്ടുന്നത് അവരുടെ ചെറിയ ഇതിൽ കൊടുത്ത് കളക്ട് ചെയ്ത് അതിനെ അവരുടെ സംഘം വഴി വിറ്റിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു തറയിൽ നിന്ന് ഒരു മുണ്ട് പുറത്തു വരാനുള്ള പാട് നേരിട്ട് കണ്ടുള്ള ഒരാളാണ് ഞാൻ. അതായത് ഒരു നൂലിൻ്റെ റോളിനെ അവർ പാവാക്കി എണ്ണി അതിനെ പാവാക്കി അതിനെ അതിൽ ഇടാനുള്ള നൂല് അതിനെ കുതിർത്ത് വെച്ച് അതിനെ നല്ല അടിച്ച് പിഴിഞ്ഞ് അതിനെ ചെറിയ നൂൽ കട്ടകളാക്കി അതിന് ഈ പറയുന്ന ഒരു പ്രോസസ്സ് വഴി, അതായത് തറയിൽ വെച്ച് അടിച്ച് ഒരു മുണ്ടാക്കിയെടുക്കുന്ന ഒരു വലിയൊരു പ്രോസസ്സുണ്ട്. അപ്പോൾ ആ പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ശരിക്കും ഒരു കൈത്തറി മുണ്ട് നമ്മുടെ കയ്യിൽ വരുന്നത്. ശരിക്കും ഒരു മുണ്ട് ആയി വരാനുള്ള ഒരു പ്രോസസ്സ് പറഞ്ഞാൽ മനസ്സിലാവാത്തത്ര കഠിനമാണത്. കാരണം മിക്കവാറും ഈ നെയ്യുന്ന ആൾക്കാരുടെ കൈയിൻ്റെ വിരലിൻ്റെ അറ്റമെല്ലാം ഇന്നും ഡാമേജ് ആയിട്ടുണ്ട്. പല ആൾക്കാരും നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഈ ചർക്കയിൽ നൂല് നോക്കുന്ന ആൾക്കാരുടെ വിരൽ പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ രണ്ട് വിരലും മിക്കവാറും എല്ലാ ആൾക്കാരുടെ പകുതിയിലധികം ആൾക്കാരുടെ വിരലും ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോൾ അത്രയും കഷ്ടപ്പാട് കടന്നാണ് ഒരു മുണ്ട്, ശരിക്കും ഒരു കൈത്തറി മുണ്ട് നമ്മുടെ കയ്യിലെത്തുന്നത്. അപ്പോൾ ഞാൻ ഇവനോട് ചോദിച്ചു എത്ര രൂപയായെന്ന് ചോദിച്ചു. 250 രൂപ എന്ന് പറഞ്ഞു. ഒരു കൈത്തറി മുണ്ട് 250 രൂപയ്ക്ക് കിട്ടും. അതായത് ഈ കൈത്തറി മുണ്ടിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഇത് അങ്ങനെ ഒരുപാട് കാലമൊന്നും വച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നൂലല്ല. ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ എന്നാലും നമുക്കൊരു ഫെസ്റ്റിവൽ സമയത്തോ അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യ സമയത്ത് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മുണ്ടാണ് ഈ പറയുന്ന കൈത്തറി മുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ശരിക്കും ബാലരാപുരത്ത് കൈത്തറി മുണ്ടില്ലേന്ന്? ഉണ്ട്. ബാലരാപുരത്ത് നല്ല ക്വാളിറ്റിയുള്ള കൈത്തറി മുണ്ട് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇപ്പോൾ കാണുന്ന തിരക്കുള്ള സ്ഥലങ്ങളൊന്നുമല്ല. ഈ നിങ്ങൾ ഇപ്പോൾ കാണുന്ന, അതായത് ഈ ഓണത്തോടനുബന്ധിച്ച് കാണുന്ന തിരക്കുകളെല്ലാം അവിടെയുള്ള തുണികളെല്ലാം കൂടുതൽ വരുന്നത് തിരുപ്പൂരിൽ നിന്ന് ഒരു മെഷീൻ മേക്ക് ചെയ്യുന്ന, അതായത് മെഷീൻ നെയ്തെടുത്ത് വരുന്ന മുണ്ടുകളാണ് കൂടുതലും ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു മുണ്ട് തിരഞ്ഞെടുക്കുക, അതായത് ഒരു കൈത്തറി മുണ്ട് നോക്കി മനസ്സിലാക്കാൻ കഴിഞ്ഞ് എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മുണ്ടുകൾ എടുക്കാൻ പറ്റും. അല്ല നിങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ 100-150 രൂപയ്ക്കും നല്ല കൈത്തറി മുണ്ടൊന്നും ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. അല്ലെങ്കിൽ അത്രയും പഴകിയ സാധനമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. മലയാളിക്ക് ഇപ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. എവിടെയെങ്കിലും വില കുറച്ച് സാധനം കിട്ടുന്നത് കണ്ടു കഴിഞ്ഞാൽ ഓടി അവിടെ നിന്ന് ഇവിടെ വന്ന് വാങ്ങുന്ന ഒരു പ്രവണതയുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, നല്ല ക്വാളിറ്റിയുള്ള സാധനം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ഇപ്പോൾ നിങ്ങൾക്ക് 5 മുണ്ട് പിന്നെ വാങ്ങിച്ചിട്ടൊന്നും കാര്യമില്ല. കാരണം ആ മുണ്ട് നിങ്ങൾ ഉപയോഗിക്കാനൊന്നും പോകുന്നില്ല. ഞാനിപ്പോൾ ബാലരാപുരത്ത് ഇപ്പോൾ തിരക്കുള്ള, അതായത് ഈ തുണികൾക്ക് ഇപ്പോൾ തിരക്കുള്ള തെരുവിലേക്ക് പോയി നോക്കിയപ്പോൾ മനസ്സിലായത് 1-2 അല്ലെങ്കിൽ 3
കടകൾ പോയിട്ട് ബാക്കി എല്ലാത്തിലും വശിക്കുന്നത് കൂടുതലുള്ളത് തിരുപ്പൂരിൽ നിന്നും മാനുഫാക്ചർ ചെയ്യുന്ന മുണ്ടുകളാണ്. ശരി, ഇപ്പോഴും ഏറ്റവും കൂടുതൽ ഈ മുണ്ടുകളും അതുപോലെ തന്നെ കസവ് സാരികൾ, നെയ്ത്ത് സാരികളെല്ലാം കൂടുതൽ മാനുഫാക്ചർ ചെയ്യുന്നത് തിരുപ്പൂർ, ശ്രീവല്ലിപുത്തൂർ, ഈറോഡ് ഇങ്ങനെയുള്ള സ്ഥലത്ത് നിന്നിട്ടാണ് അവിടെ ഹോൾസെയിലായിട്ട് ഇവിടെ വന്നിട്ട് അവർ ഇതിനെ വിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ട് നിങ്ങളിനി അങ്ങ് ദൂര സ്ഥലത്തു നിന്നും വന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. കാരണം ചിലപ്പോൾ ഇതുപോലെയോ ഇതിനേക്കാട്ടിലും ക്വാളിറ്റിയോടെയോ നിങ്ങളുടെ നാട്ടിൽ ഈ മുണ്ട് കിട്ടും. മനസ്സിലായില്ലേ? അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വണ്ടിയും പിടിച്ച് ഇവിടെ വന്ന് വാങ്ങേണ്ട ഒരു കാര്യമില്ല. നിങ്ങളുടെ നാട്ടിലുള്ള കടയിൽ നല്ലൊരു മുണ്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അത് വാങ്ങുന്നത് നല്ലത്. കാരണം നിങ്ങൾക്ക് പിന്നെ നൊസ്റ്റാൾജിയ ബാലരാമപുരത്ത് തന്നെ ഒന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പറയുന്ന സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങുക. പക്ഷേ നോക്കി വാങ്ങി എടുക്കാൻ നിങ്ങൾ ഒറിജിനൽ ഈ മുണ്ട് വാങ്ങുന്നെങ്കിൽ മാത്രം. അത് നിങ്ങൾ ഈ പറയുന്ന പോലെ 150-200 രൂപ കിട്ടത്തില്ല. അതിനൊരു വിലയുണ്ട്. ആ വില കൊടുത്ത് വാങ്ങാൻ കഴിയുമെങ്കിൽ മാത്രം ഈ പറയുന്ന സ്ഥലങ്ങളിൽ വരിക. അല്ലെങ്കിൽ നിങ്ങൾ ഈ വില കുറഞ്ഞ് കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഞാൻ പറയുന്നില്ല. പിന്നെ പറയാനുള്ള കാര്യം, ഈ ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളികളുടെ ഫെസ്റ്റിവലിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും പുറകിൽ ബാക്കി സംസ്ഥാനങ്ങളുടെ വേർപ്പാണ്. ഇപ്പം ഓണസദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പച്ചക്കറികളും വരുന്നത് തമിഴ്നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ ആന്ധ്രയിൽ നിന്നൊക്കെയാണ്. അതുപോലെ തന്നെ പൂക്കളിടാനുള്ള പൂ വരുന്നതും ഈ പറയുന്ന വേറെ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. തമിഴ്നാട്ടിൽ നിന്നും അങ്ങോട്ട് ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ തുണിയും എല്ലാം വരുന്നത് ഈ ഈറോഡ്, ശ്രീവല്ലിപുത്തൂർ അല്ലെങ്കിൽ തിരുപ്പൂർ ഇങ്ങനെ സ്ഥലങ്ങളിൽ നിന്നാണ്. ഞങ്ങൾക്കിപ്പോൾ സ്വന്തമായിട്ടുള്ളത് ആഹാരം കഴിക്കാനുള്ള പായും പിന്നെ തുണിയിടാനുള്ള ഒരു തടിയുമാണ്. ബാക്കിയെല്ലാം വേറെ സംസ്ഥാനങ്ങളാണ് തരുന്നത്. This is our finest premium silk kasavu, straight from the weavers. The quality is very poor for this price. അപ്പോൾ ഞാൻ പറയാമെന്ന് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ബാലരാമപുരം കൈത്തറിയിലെ മുണ്ട് തന്നെ എടുക്കണമെന്നുണ്ടെങ്കിൽ ബാലരാമപുരത്ത് വന്നിട്ട് നോക്കി നല്ല കൈത്തറിയിലെ മുണ്ട് നോക്കി അല്ലെങ്കിൽ സാരി നോക്കി വാങ്ങാൻ ശ്രമിക്കുക. അല്ല നിങ്ങൾക്ക് മുണ്ട് വാങ്ങിച്ചാൽ മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള അടുത്തുള്ള ഏതെങ്കിലും കടയിൽ പോയിട്ട് ചിലപ്പോൾ ഇതിനേക്കാളും വില കുറച്ച് അവിടെ മുണ്ട് കിട്ടും. ആ മുണ്ട് വാങ്ങുക. ഇവിടെ വന്ന് ബാലരാമപുരത്തിൽ ഒന്നാമതേ ഇവിടെ വണ്ടി പോകാനുള്ള ഒരു സൗകര്യമില്ല. ഇപ്പോൾ ഒരു 2 ആഴ്ചയായിട്ട് ഇവിടെ ഒരു നിവൃത്തിയില്ല. അതായത് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ ബ്ലോക്കാണ്. നമ്മളെ ബ്ലോക്കിൽ പെടുത്താതെ നിങ്ങൾ നാട്ടിലുള്ള കടകളിൽ നിന്ന് വാങ്ങുന്നതാണ് നല്ലത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഞാൻ പോകുന്നു. ബൈ.